ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പെൻ സ്റ്റാൻഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമുക്ക് ഇതേപോലെ ഒരു ബൾബിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണം. ഞങ്ങളുടെ ഒരു ബൾബിൻ്റെ കവറാണ് ഇതേപോലത്തെ എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ എന്ത് കവർ ഇതേപോലെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെട്ടി കളയണം കേട്ടോ. സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം പെൻ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ ആക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഒന്നും കൂടി പെർഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ടീം ആലോക്കിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിന് ഇതേപോലെ വരച്ചെടുക്കുക. ഞങ്ങളുടെ ഹലോ കിറ്റിനെയാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ വേണമെങ്കിലും വരച്ചെടുക്കാം. ഞങ്ങളുടെ ചെറിയൊരു പേപ്പറിൽ ഹലോ കിറ്റിനെ വരച്ചിട്ടുണ്ട്. ഞാൻ വരയ്ക്കണ വീഡിയോ കുറച്ച് ലോങ് ആവട്ടെ, അതുകൊണ്ടാണ് എടുക്കാഞ്ഞേ. നമുക്ക് ഇതിവിടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. കുറച്ച് ഇത് വേണം, നമുക്ക് ഒട്ടിക്കണം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഇതേപോലെ ഇട്ടു. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഇതേപോലെ വെച്ച് നമുക്ക് ബാക്കിലും കൂടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടി കയറ്റിയിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കാം. ഈ ബൾബിൻ്റെ കവർ കാണരുത്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡും കൂടി ഒന്ന് ഒട്ടിച്ചാൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാവും. ഈ ഡബിൾ സൈഡ് ടേപ്പ് കഴിഞ്ഞു, അടുത്ത ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് എടുക്കണം. ഇത് ഒട്ടിക്കാൻ നമുക്ക് കുറച്ച് അധികം ഡബിൾ സൈഡ് ടേപ്പ് ഇതേപോലെ വേണം. ഡബിൾ സൈഡ് ടേപ്പ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഞാനിവിടെ സിമ്പിളായതുകൊണ്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടോ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഒട്ടിക്കാം. നമുക്ക് ഈ സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് മൂന്ന് സൈഡും, ഈ സൈഡും നമുക്ക് ഒട്ടിക്കണ്ട, ഒരു സൈഡ് മാത്രമേ ഞാൻ ഹലോ കിറ്റിയുടെ ഒട്ടിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു തരാം ഗൈസ് ഡീറ്റെയിലായിട്ട്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ് ഇതേപോലെ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചലും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഒട്ടിച്ചിട്ടില്ല, ഫ്രണ്ട് മാത്രമേ ഇതേപോലെ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ പെൻ സ്റ്റാൻഡൊക്കെ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ചെവിയും കൂടി ഇങ്ങനെ വെക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഗൈസ് ഈ ബൾബിൻ്റെ കവർ ബാക്കി വന്ന് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത് ഈ പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഹലോ കിറ്റി മാറി വേറെ എന്തെങ്കിലുമൊക്കെ ആകുമെന്നൊന്നും അറിയില്ല, സാരമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതേ ഹലോ കിറ്റി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ക്യാരക്ടർ എടുക്കുക. ഞങ്ങളുടെ ക്യൂട്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഹലോ കിറ്റി ആവുന്നത്. ക്യൂട്ടായില്ലേ നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ഗൈസ് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ചെവി ആയിട്ടുണ്ട്. ചെവി പോലെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, സാരമില്ല, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആക്കി എടുക്കാമല്ലോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലൊന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ ഹലോ കിറ്റിയുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ചെവിയുടെ അവിടെ ഒരു റോസ് കളർ വെച്ചിട്ടൊന്ന് ആക്കിയെടുക്കുക. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇതൊക്കെ തുറന്ന് വെച്ചു കേട്ടോ. ടോപ്പൊക്കെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് പോർഷൻ കുറച്ചായിട്ട് ഇങ്ങനെ ഇതേപോലെ ആക്കിയെടുക്കുക. ഗൈസ് ഈ ക്യാമറയിൽ കാണുമ്പോൾ ഞാൻ ആക്ച്വലി കൊടുക്കേണ്ടത് പിങ്കാണ് കേട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ വേറെ ഏതോ കളർ പോയിട്ട് ആണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യണത്. ശരിക്കും അങ്ങനെ തന്നെയാണ്, വേറെ ഏതോ കളർ പോലെയാണ് തോന്നുന്നത്. ശരിക്കും ഞാൻ പിങ്കാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഗൈസ് ഈ ഭാഗം നല്ലപോലെ ഒട്ടിയില്ല. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കട്ടെ. അല്ലേ അതൊക്കെ താഴത്തേക്ക് വീണാകെ ഫ്ലോപ്പാവും. കണ്ടോ, ഈ ഒരു ഭാഗത്തിൽ ശരിക്കും നമുക്ക് ഗ്ലൂ എന്തോ റെഡി ആയില്ല തോന്നുന്നുണ്ട്. അപ്പം ഞാൻ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാക്കുമ്പോൾ റെഡിയാവും. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യൂട്ട് പെൻ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഗൈസ് നമ്മുടെ പെൻ സ്റ്റാൻഡ്, ഈ പെൻ സ്റ്റാൻഡ് കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണെങ്കിലും ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാം. എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ആണെങ്കിൽ കുറച്ച് ആൽക്കഹോൾ ബ്രഷ് പെൻ എല്ലാവരും വാങ്ങുക. ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ആൽക്കഹോൾ ബ്രഷ് പെൻ 48 പീസസ് അടിച്ചെടുത്താൽ മതി. 48ഉം 24 ഉണ്ട്, രണ്ടും അടിച്ചാലും വരും. ഏത് വേണമെങ്കിലും വാങ്ങുക. എൻ്റെ 48 ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് അടിപൊളി ഒരു പെൻ സ്റ്റാൻഡ് ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയ ഇട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.